ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റഷ്യൻ ഫോർമലിസമാണ്. റഷ്യൻ ഫോർമലിസം ഈസ് വൺ ഓഫ് ദി തിയറീസ് വിച്ച് എമേഴ്സ്ഡ് ഇൻ 20th സെഞ്ച്വറി. അപ്പോൾ ഇതൊരു തിയറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം എന്താണ് തിയറി ആൻഡ് ക്രിറ്റിസിസം, ഇത് രണ്ടും തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് പറയാം. ഇപ്പോൾ ഒരു ക്രിറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമ്മളൊരു ഫോർ എക്സാമ്പിൾ ഞാനൊരു കവിത വായിച്ചു എന്ന് വിചാരിക്കാം. ഞാൻ ആ കവിത വായിച്ചതിന് ശേഷം ഞാൻ പറയുകയാണ് എനിക്ക് ഈ കവിത ഇഷ്ടപ്പെട്ടു, സിമ്പിളായിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ എനിക്ക് ഈ കവിത ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇങ്ങനെ ഒരു സംഭവം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ദാറ്റ്സ് എ ക്രിറ്റിസിസം. ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് ഞാൻ നടത്തുകയാണ്. സോ ദാറ്റ്സ് എ ക്രിറ്റിസിസം. ബട്ട് ഇൻ ദ കേസ് ഓഫ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രെയിം വർക്കാണ്. നമ്മളൊരു വർക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫ്രെയിം വർക്കാണ്. ഒരു പ്രത്യേക ഒരു ചട്ടക്കൂട് വെച്ചിട്ട് നമ്മൾ പറയുകയാണ്. ഞാനൊരു വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രത്യേക തിയറി അനുസരിച്ചിട്ട് ഐ ലൈക്ക് ദിസ് പോം അല്ലെങ്കിൽ ഐ ഡോണ്ട് ലൈക്ക് ദിസ് പോം. അപ്പോൾ ഞാനൊരു കവിത വായിച്ചു, നേരത്തെ പറഞ്ഞ പോലെ ഒരു കവിത വായിച്ചു എന്ന് വിചാരിക്കാം, എനിക്ക് ആ കവിത ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ കാരണം ഞാൻ പറയുന്നത് ഒരു ഫെമിനിസ്റ്റ് പേഴ്സ്പെക്റ്റീവിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു കവിത ശരിയല്ല എന്ന് ഞാൻ പറയുകയാണ്. എന്നാൽ വേറെ ഏതെങ്കിലും ഒരു ഫ്രെയിം വർക്ക് വെച്ച് നോക്കുന്ന സമയത്ത് ഒരു പക്ഷേ കവിത നല്ലതായിരിക്കാം. അപ്പോൾ അതിന് വെക്കുന്ന ഒരു ഫ്രെയിം വർക്കാണ് നമ്മൾ തിയറി എന്ന് പറയുന്നത്. യു അണ്ടർസ്റ്റാൻഡ്? സോ റഷ്യൻ ഫോർമലിസം സിമിലർലി തിയറി. അപ്പോൾ എന്താണ് റഷ്യൻ ഫോർമലിസം എന്ന് നോക്കാം. അപ്പം അത് നോക്കുന്നതിന് മുമ്പ് ഞാനിവിടെ രണ്ട് കവിതകൾ കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫുൾ പോംസ് അല്ല, രണ്ട് പോംസിൻ്റെ ചെറിയ എക്സ്ട്രാക്റ്റാണ്. ഒരു ഫസ്റ്റ് പോം ദ സ്ക്വിറൽ എന്ന് പറയുന്ന പോം ഒരു നഴ്സറി ലെവലിലൊക്കെ കുട്ടികൾ പഠിക്കുന്ന ചൊല്ലുന്നൊരു കവിതയാണ്. സോ വിസ്കി ഫ്രിസ്കി ഹിപ്പിറ്റി ഹോപ്പ് അപ്പ് ഹി ഗോസ് ടു ദ ട്രീ ടോപ്പ് whirly twirly round and round down he scampers to the ground. Then next poem the windower. ആക്ച്വലി ഈ ഒരു പോം നമ്മുടെ റഷ്യൻ ഫോർമലിസ്റ്റ് ഒരുപാട് പ്രൈസ് ചെയ്തിട്ടുള്ള, ഒരുപാട് അനലൈസ് ചെയ്തിട്ടുള്ളൊരു കവിതയാണ്. ഐ കോട്ട് ദിസ് മോർണിംഗ്സ് മിനിയൻ കിങ്ഡം ഓഫ് ഡേലൈറ്റ്സ് ഡോഫിൻ ഡാപ്പിൾ ഡോൺ ഡ്രോൺ ഫാൽക്കൺ ഈസ് റൈഡിങ് എന്ന് പറഞ്ഞു പോകുന്ന മാൻലി ഹോപ്കിൻസിൻ്റെ കവിതയാണ്. അപ്പോൾ ഒന്നാമത്തെ കവിത നോക്കൂ. ഒന്നാമത്തെ കവിത ഒരു എന്താണ് അതിനകത്ത് പ്രത്യേകിച്ച് അതിൻ്റെ കോണ്ടൻറ്റ് വൈസ് അതിനകത്ത് കാര്യമായിട്ട് എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? വിസ്കി ഫ്രിസ്കി ഹിപ്പിറ്റി ഹോപ്പ് അപ്പ് ഹി ഗോസ് ടു ദ ട്രീ ടോപ്പ്. അതിനൊരു കണ്ടൻറ്റ്, ഒരു സ്ക്വിറൽ ഇങ്ങനെ മരം കയറി പോകുന്നു. അപ്പോൾ അത് ആക്ച്വലി അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ഫിലോസോഫിക്കലാക്കിയിട്ട് പ്രത്യേകിച്ചൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള, നല്ല കേൾക്കാനും ഒക്കെ നല്ല ശബ്ദമാധുര്യമൊക്കെ ഉള്ള ഒരു കേൾക്കാൻ നല്ല സുഖമുള്ള ഒരു കവിതയാണ്. അതിനകത്ത് അതിൻ്റെ കണ്ടൻറ്റ് നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാൽ ഒരു റഷ്യൻ ഫോർമലിസ്റ്റുകൾ ഒരു മോറൽ ക്രിട്ടിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പറയും എന്തൊരു കവിതയാണിത്, എന്താ അതിനകത്ത് ഒരു ആശയമില്ല എന്നൊക്കെ പറയും. പക്ഷേ റഷ്യൻ ഫോർമലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കവിത അത്ര മോശം കവിതയൊന്നുമല്ല. കാരണം അവരിതിനകത്ത് അനലൈസ് ചെയ്യുന്നത് ഇതിൻ്റെ തീമല്ല, ഇതിൻ്റെ കണ്ടൻ്റ് അല്ല, മറിച്ച് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ലിറ്റററി ഡിവൈസുകളെയാണ് അവർ ആക്ച്വലി അനലൈസ് ചെയ്യാൻ പോകുന്നത്. അവർ നോക്കുന്നു വിസ്കി ഫ്രിസ്കി. സോ ഹിയർ ഇൻറ്റേർണൽ റൈം ഉണ്ട് എന്ന് അവർ പറയും. വിസ്കി ഫ്രിസ്കി, യു അണ്ടർസ്റ്റാൻഡ്? ദെൻ ഹിപ്പിറ്റി ഹോപ്പ്, ദെൻ ടു എച്ച് യു ക്യാൻ സീ ഈ ഹ് സൗണ്ട് വരുന്നു. അപ്പോൾ അവിടെ അലിട്രേഷൻ ഉണ്ടെന്ന് പറയുന്നു. ദെൻ ടോൾ ആസ് എ ഫെദർ, ഹിയർ യു ക്യാൻ സീ അവിടെ സിമിലി ഉണ്ടെന്ന് പറയുന്നു. സോ ഈ രീതിയിലായിരിക്കും അവർ ഈ കവിത അനലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ അത് വെച്ചിട്ട് അവർ ഒരു കവിത നല്ലതാണോ മോശമാണെന്നുള്ളത് തീരുമാനിക്കുക. യു അണ്ടർസ്റ്റാൻഡ്? ദെൻ രണ്ടാമത്തെ ഒരു കവിത അതേപോലെ തന്നെ ഐ കോട്ട് ദിസ് മോർണിംഗ്സ് മിനിയം. ഇത് വളരെ അവരിഷ്ടപ്പെടുന്ന ഒരു കൂടുതൽ ഫോർമലിസ്റ്റുകൾ പ്രൈസ് ചെയ്ത ഒരു കവിതയാണ്. ഇവിടെ ഒരു ഓർഡിനറി ആയിട്ടുള്ളൊരു സംഭവത്തെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഈ കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നോക്കി, ഇതിനകത്ത് ഉപയോഗിച്ച ഒരുപാട് നോവലായിട്ടുള്ള കുറേ ടെക്നിക്സ് ഉണ്ട്, പുതിയതായിട്ടുള്ള കുറേ ടെക്നിക്സ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്പ്ലിറ്റ് റൈമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഐ കോട്ട് ദിസ് മോർണിംഗ്സ് മീനിങ് കിങ്ഡം എന്നുള്ളതിൻ്റെ ആ ഒരു വേർഡിനെ ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കിങ് എന്നുള്ളത് ഒരു വരിയിൽ നിർത്തിയിട്ടുണ്ട്. ഡം എന്ന് വരുന്നത് ഇവിടെയാണ്. യു അണ്ടർസ്റ്റാൻഡ്? അതിവിടെ കിങ് റൈഡിങ് സ്ട്രൈഡിങ് വിങ് എന്നുള്ള ആ ഒരു റൈം സ്കീം ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ രൂപത്തിൽ അത് കൊടുത്തത്. അപ്പം ഇങ്ങനെയുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾ കവിതയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദാറ്റ് കൈൻഡ് ഓഫ് പോയറ്റ് ക്യാൻ ബി ഗുഡ് അക്കോർഡിംഗ് ടു ദിസ് റഷ്യൻ ഫോർമലിസ്റ്റ്. യു അണ്ടർസ്റ്റാൻഡ്? ഒരു ബേസിക് ആയിട്ടുള്ളൊരു സംഭവം ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇനി നോക്കാം. അപ്പോൾ ഇത് നമ്മളൊരു കാര്യം മനസ്സിലാക്കി,
ഫോമലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കവിതയുടെ ആ കവിത ആരെഴുതി, അതിനകത്തുള്ള കണ്ടൻസ് എന്താണ്, തീം എന്താണ് എന്നുള്ളതിലൊക്കെ ഉപരി അവരതിൻ്റെ ആ ഒരു ഫോമിനെയാണ് ആക്ച്വലി കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഫോമലിസം നോക്കൂ, ഇവിടെ ഇത് ഫോമലിസം ഇഗ്നോർസ് ദ ഹിസ്റ്റോറിക്കൽ, ബയോഗ്രഫിക്കൽ ആൻഡ് കൾച്ചറൽ ആസ്പെക്ട്സ് ഓഫ് എ ടെക്സ്റ്റ്. ഒരു ടെക്സ്റ്റ് അവരെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരത് ഏത് പീരീഡിൽ എഴുതിയതാണ് എന്നുള്ളത് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോബ്ലം അല്ല. ഓതറുടെ ബയോഗ്രഫി, ഹൂ റോട്ട് ദിസ് പോം ആൻഡ് ഹൂ വാസ് ഹീ. ഇപ്പോൾ ഒരു ഷേക്സ്പിയറുടെ ഒരു ഡ്രാമ പഠിക്കുന്ന സമയത്ത് ഷേക്സ്പിയർ ആരായിരുന്നു, ഇങ്ങനെ എന്നുള്ള ഈ സംഭവങ്ങളൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റർ അല്ല. ഇത് നമ്മൾ അനലൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇനി ചില വർക്കുകളൊക്കെ അങ്ങനെ അനലൈസ് ചെയ്യേണ്ടി വരും, അത് നമുക്കറിയാം. എങ്കിലും ഫോമലിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ഒരു ഓതർ കവിത എഴുതുന്ന സമയത്ത് അയാളുടെ ഒതോറിയൽ ബയോഗ്രഫി നോക്കാതെ തന്നെ കവിത മനസ്സിലാവുന്ന രൂപത്തിലാണ് ഒരു ഓതർ എഴുതേണ്ടതെന്നുള്ള അഭിപ്രായം കൂടി ഫോമലിസ്റ്റുകൾക്കുണ്ട്. അത്രയും ഒബ്ജക്റ്റീവ് ആയിരിക്കണം നമ്മൾ റൈറ്റിംഗ് എന്നുള്ളതാണ് ഇവരുടെ ഒരു അഭിപ്രായം. ഓക്കെ, അപ്പോൾ നമ്മളൊരു ടെക്സ്റ്റ് അനലൈസ് ചെയ്യുന്ന സമയത്ത് അവർ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിന് പ്രാധാന്യം കൊടുക്കുന്നില്ല, ബയോഗ്രഫി പ്രാധാന്യം കൊടുക്കുന്നില്ല, ഏത് കൾച്ചറിലാണ്, ഏത് സാഹചര്യത്തിലാണ് ഈ ഒരു വർക്ക് എഴുതിയത്. ദേ ഡോണ്ട് കൺസിഡർ ദീസ് കൈൻഡ്സ് ഓഫ് തിങ്സ്. അതിന് പകരം ഇൻസ്റ്റെഡ് ദേ ഫോക്കസ് ഓൺ ദി ടെക്സ്റ്റ് ഇറ്റ്സെൽഫ്. അവർ ടെക്സ്റ്റ് മാത്രം, ഒരു ടെക്സ്റ്റ് എന്താണോ അവരുടെ മുന്നിലുള്ള ടെക്സ്റ്റ് അത് മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും അവർ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, they believe that if we want to understand a work of literature, we have to look at it closely and especially at its language. ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ ഒരു ലാംഗ്വേജിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നത് നമ്മൾ ആ ലാംഗ്വേജിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ആ ടെക്സ്റ്റിലേക്ക് മാത്രമാണ്. വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റിൽ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. ആ രൂപത്തിലാണ് നമ്മൾ ഒരു ലിറ്റററി വർക്കിനെ അനലൈസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവരുടെ ഒരു അഭിപ്രായം. ഓക്കെ, ഇനി നോക്കാം, ഇവിടെയാണ് റഷ്യൻ ഫോമലിസം ആരാണ് ഇതിൻ്റെ ലീഡിങ് ഈ തിയറി കൊണ്ടുവന്ന തിയറിസ്റ്റുകൾ ആരൊക്കെയാണെന്നുള്ളത്, ലീഡിങ് ക്രിറ്റിക്സ് ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് റഷ്യൻ ഫോമലിസം സ്റ്റാർട്ട് ചെയ്തത് തീർച്ചയായിട്ടും റഷ്യയിലാണ്. സ്റ്റാർട്ടഡ് ഫ്രം ദി വർക്ക്സ് ഓഫ് 2 ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ. പ്രധാനമായിട്ട് 2 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവരായിരുന്നു ഇതിൻ്റെ ലീഡിങ് ഫിഗേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ റഷ്യൻ ഫോമലിസം ശരിക്കും ഫോമലിസം എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റിനെ ഫോം ബേസ് ചെയ്തിട്ട് വർക്ക് അനലൈസ് ചെയ്യുന്ന തിയറിയാണ്. അപ്പോൾ ഈ ഒരു തിയറിയിൽ റഷ്യൻ ഫോമലിസം ഉണ്ട്, ന്യൂ ക്രിറ്റിസം എന്ന് പറയുന്ന തിയറി ഉണ്ട്. അതൊക്കെ ഏകദേശം ഈ ഒരു സെയിം രീതിയിൽ ടെക്സ്റ്റ് അനലൈസ് ചെയ്യുന്ന തിയറികളാണ്. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ന്യൂ ക്രിറ്റിസവും ആക്ച്വലി ഒരു ഫോമലിസ്റ്റ് തിയറിയാണ് ആക്ച്വലി. വി വിൽ ഡിസ്കസ് ഇറ്റ് ലേറ്റർ എനിവേ. അപ്പം ദ ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഫോംഡ് ദ മോസ്കോ ലിംഗ്വിസ്റ്റിക് സർക്കിൾ. 2 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഞാൻ. ഒന്നാമത്തെ ഒരു ടീം എന്ത് ചെയ്തു, മോസ്കോ ലിംഗ്വിസ്റ്റിക് സർക്കിൾ അവർ ഫോം ചെയ്യുന്നു 1914. അതിനകത്ത് റോമൻ യാക്കബ്സൺ, നമ്മുടെ പ്രധാനപ്പെട്ട ഒരു റഷ്യൻ ഫോമലിസ്റ്റ് ക്രിട്ടിക്കാണ് റോമൻ യാക്കബ്സൺ ഉണ്ട് അതിനകത്ത്. മോസ്കോ ലിംഗ്വിസ്റ്റിക് സർക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ദെൻ ദ സെക്കൻഡ് ഗ്രൂപ്പ് ഈസ് ഒപ്പയാസ്. യു ക്യാൻ സീ ഹിയർ. ഒപ്പോ ജയമായിരിക്കും അത് നമ്മൾ വായിക്കുന്നത്. ചില ആളുകൾ എഴുതുന്നത് ഇങ്ങനെ തന്നെയാണ്, ഒപ്പയാസ് എന്നുള്ള രൂപത്തിൽ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എവിടെയും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വായിക്കേണ്ടത് ഒപ്പയാസ് എന്നുള്ള രൂപത്തിലാണ്. സോ ഇറ്റ് വാസ് ഫൗണ്ടഡ് ഇൻ 1916 ഇൻ സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗ്. ഈ ഒപ്പയാസ് എന്നുള്ളത് ആക്ച്വലി ഒരു റഷ്യൻ അക്രോണിമാണ്. അതിൻ്റെ ഒരു ഇംഗ്ലീഷിൽ ഒ എന്നുള്ളതിൻ്റെ പി എന്നുള്ളതിൻ്റെയൊക്കെ ഫുൾ ഫോം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ല. ആക്ച്വലി ഇതൊരു റഷ്യൻ വേർഡിനെ ഷോർട്ടാക്കിയതാണ്. അപ്പം ഇംഗ്ലീഷിൽ നമ്മളതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ സൊസൈറ്റി ഫോർ ദ സ്റ്റഡി ഓഫ് പോയറ്റിക് ലാംഗ്വേജ് എന്നുള്ളതാണ് ഒപ്പയാസിൻ്റെ ഫുള്ള്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റഷ്യൻ അക്രോണിം ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഫിഗേഴ്സ് ബോറിസ് എയ്ക്കൻബോം, വിക്ടർ ഷ്ക്ലോവ്സ്കി ആൻഡ് യൂറി ടിന്യാനോവ്. ഇവരായിരുന്നു അതിനകത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആളുകൾ.
ദെൻ ഇവർ കൂടുതൽ കാലമൊന്നും ഇവർക്ക് റഷ്യയിൽ തുടരാൻ സാധിച്ചിരുന്നില്ല. വെൻ ദിസ് ക്രിട്ടിക്കൽ മോഡ് വാസ് സപ്രസ്ഡ് ബൈ ദി സോവിയറ്റ്സ് ഇൻ ദ ഏർലി 1930s, ദ സെൻറ്റർ ഓഫ് ദി ഫോർമലിസ്റ്റ് സ്റ്റഡി ഓഫ് ലിറ്ററേച്ചർ മൂവ്ഡ് ടു ചെക്കോസ്ലോവാക്യ. അവർ പിന്നെ ചെക്കോസ്ലോവാക്യയിലേക്ക് പോകുന്നുണ്ട് 1930 കൂടിയിട്ട്. അവിടെ അത് പ്രാഗ് ലിംഗ്വിസ്റ്റിക് സർക്കിൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു ലിറ്റററി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറും ലാംഗ്വേജും അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്ത ഒരു ഗ്രൂപ്പാണ് പ്രാഗ് ലിംഗ്വിസ്റ്റിക് സർക്കിൾ. അപ്പം അവരിലൂടെയാണ് പിന്നെ ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്യുന്നത്. റോമൻ യാക്കബ്സൺ, യാൻ മക്രോവ്സ്കി ആൻഡ് റെനെ വെല്ലക്കൊക്കെ ആയിരുന്നു ഈ പ്രാഗ് ലിംഗ്വിസ്റ്റിക് സർക്കിളിൽ ഉണ്ടായിരുന്നത്. റോമൻ യാക്കബ്സൺ നമ്മൾ നേരത്തെ കണ്ടതാണ്. റോമൻ യാക്കബ്സൺ പിന്നീട് റഷ്യയിൽ നിന്നും ചെക്കോസ്ലോവാക്യയിലേക്ക് പോവുമായിരുന്നു, മൈഗ്രേറ്റ് ചെയ്തിട്ട് പോവുമായിരുന്നു. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് ആരോട് ചോദിച്ചാൽ എന്താണ് റഷ്യൻ ഫോർമലിസം എന്നത് സിമ്പിളായിട്ട് പറയാൻ പറ്റണം. എന്താണ് റഷ്യൻ ഫോർമലിസം? അതാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് വായിച്ച് നോക്കാം. റഷ്യൻ ഫോർമലിസം ഈസ് എ സ്കൂൾ ഓഫ് ലിറ്റററി ക്രിറ്റിസിസം വിച്ച് ഒറിജിനേറ്റഡ് ഇൻ മോസ്കോ ആൻഡ് സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗ് ഇൻ ദ ഏർലി ഡിക്കേഡ്സ് ഓഫ് ദി 20th century. റഷ്യൻ ഫോർമലിസം എന്നുള്ളത് ഒരു സ്കൂൾ ഓഫ് ലിറ്റററി ക്രിറ്റിസിസമാണ്, ഒരു ലിറ്റററി തിയറിയാണ് ആക്ച്വലി. ലിറ്റററി സ്കൂൾ ഓഫ് ലിറ്റററി ക്രിറ്റിസിസം വിച്ച് ഒറിജിനേറ്റഡ് ഇൻ മോസ്കോ. ഇത് ഒറിജിനേറ്റ് ചെയ്തത് മോസ്കോയിലാണ്. ആൻഡ് സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗ്, ഈ രണ്ട് സ്ഥലം, മോസ്കോ ആൻഡ് സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗ് ഇൻ ദ ഏർലി ഡെക്കേഡ്സ് ഓഫ് ദി 20th century ആദ്യ കാലഘട്ടത്തിൽ. അപ്പോൾ ഇറ്റ് ഡീൽസ് വിത്ത് ദ സ്ട്രക്ചറൽ ആസ്പെക്ട് ഓഫ് എ പെർട്ടിക്കുലർ ടെക്സ്റ്റ് ആൻഡ് ഇറ്റ് സ്റ്റഡീസ് ദ ടെക്സ്റ്റ് വിത്തൗട്ട് ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ എക്സ്റ്റേണൽ എലമെൻറ്റ്സ്. അപ്പം ഒരു ടെക്സ്റ്റിൻ്റെ സ്ട്രക്ചറൽ ആയിട്ടുള്ള ആസ്പെക്റ്റിനാണ് ഇത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതാണിത് പഠിക്കുന്നത്. എന്ത് ചെയ്യുന്നില്ല, എക്സ്റ്റേണൽ എലമെൻറ്റ്സ്, ടെക്സ്റ്റിന് പുറത്തുള്ള ഒന്നിനെയും ഇത് കാര്യമായി എടുക്കുന്നില്ല. അതിനെയൊക്കെ അവഗണിക്കുകയാണ് റഷ്യൻ ഫോർമലിസം ചെയ്യുന്നത്. റെഡി? ദെൻ നോക്കൂ, ഫോർമലിസം കൺസിഡേഴ്സ് ലിറ്ററേച്ചർ ആസ് എ സ്പെഷ്യലൈസ്ഡ് യൂസ് ഓഫ് ലാംഗ്വേജ് ആൻഡ് ആർഗ്യൂസ് ദാറ്റ് there is difference between the literary use of language and the ordinary practical use of language. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ലിറ്ററേച്ചർ അവർ പറയുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് യൂസ് ഓഫ് ലാംഗ്വേജ് ആണ്. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ ഓർഡിനറി ഓർ പ്രാക്ടിക്കൽ. നമ്മൾ സാധാരണ സംസാരിക്കുന്ന ഭാഷയിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഭാഷയാണല്ലോ നമ്മൾ ലിറ്ററേച്ചറിൽ ഉപയോഗിക്കുന്ന ഭാഷ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറയുന്നു, നമ്മൾ ഒരു ലിറ്ററേച്ചർ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലാംഗ്വേജിനെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ലാംഗ്വേജാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്, അല്ലാതെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സംഭവങ്ങൾക്കല്ല പ്രാധാന്യം നൽകേണ്ടത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഓക്കെ, ഇറ്റ് പ്രപ്പോസസ് ദാറ്റ് ദി ഫങ്ഷൻ ഓഫ് ഓർഡിനറി ലാംഗ്വേജ് ഈസ് ടു കമ്മ്യൂണിക്കേറ്റ് എ മെസ്സേജ് ഓർ ഇൻഫർമേഷൻ by reference to the world existing outside of language. In contrast, literary language is self-focused in that its function is not to convey information by making extrinsic references, but to offer the reader a special mode of experience by drawing attention to its own formal features. അപ്പോൾ നമ്മൾ പറഞ്ഞ സാധാരണ ഭാഷ പോലെയല്ല ലിറ്ററേച്ചറിൽ നമ്മൾ കവിതകളിലൊന്നും ഉപയോഗിക്കുന്ന ഭാഷ, അത് ഡിഫറെൻ്റ് ആണ് എന്നുള്ളതാണ് ഇവരുടെ അഭിപ്രായം. ഇപ്പോൾ വില്യം വേർഡ്സ്വർത്ത് അദ്ദേഹത്തിൻ്റെ പ്രിഫേസ് ടു ദി ലിറിക്കൽ ബാലൻസിൽ ഇതിനെതിരായിട്ട് പറയുന്നുണ്ട്. ഇത് ഇവരുടെ നേരെ ഓപ്പോസിറ്റ് അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത്. സാധാരണ ഭാഷയാണ് കവിതയിൽ ഉപയോഗിക്കുന്ന ഭാഷ, അതുപോലെ പ്രോസും പോയട്രിയും തമ്മിൽ ഡിഫറൻസ് ഇല്ല എന്നൊക്കെ അവർ വേർഡ്സ്വർത്ത് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വിരുദ്ധമായ അഭിപ്രായമാണ് റഷ്യൻ ഫോർമലിസ്റ്റുകൾക്കുള്ളത്. പോയട്രി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്, പോയറ്റിക് ലാംഗ്വേജ് എന്നുള്ളത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഓർഡിനറി ലാംഗ്വേജിൻ്റെ ഫങ്ഷൻ എന്താണ്? ഒരു ഇൻഫർമേഷൻ ഒരാളിലേക്ക് എത്തിക്കുക. ആ ഇൻഫർമേഷൻ എന്നുള്ളത് എത്തിക്കുമ്പം ബൈ റെഫറൻസ് ടു ദ വേൾഡ് എക്സിസ്റ്റിംഗ് ഔട്ട്സൈഡ് ദ ലാംഗ്വേജ്. അപ്പോൾ നമ്മളാ പറയുന്ന ഭാഷയ്ക്ക് ആ ഭാഷയെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, ആ ഭാഷയിലൂടെ ഔട്ട്സൈഡ് ഉള്ള എന്തോ ഒന്നിനെ, എക്സിസ്റ്റിംഗ് ഔട്ട്സൈഡ് ഓഫ് ലാംഗ്വേജിൻ്റെ പുറത്ത് നിലകൊള്ളുന്ന എന്തോ ഒരു സാധനത്തെയാണ് നമ്മൾ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്, ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നത്. അവിടെ ഭാഷക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്,
അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ലാംഗ്വേജ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, അവിടെ മെസ്സേജാണ് ഇമ്പോർട്ടൻറ്റ്. അതാണ് ലാംഗ്വേജിൻ്റെ പുറത്തുള്ളൊരു സാധനമാണ് മെസ്സേജ് എന്നുള്ളത്. യു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ നമ്മൾ അതിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതേസമയം ഇൻ കോൺട്രാസ്റ്റ് ലിറ്റററി ലാംഗ്വേജ് ഈസ് സെൽഫ് ഫോക്കസ്ഡ്. ലിറ്റററി ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം അവിടെ ലാംഗ്വേജിനെ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ലാംഗ്വേജിൻ്റെ പുറത്തുള്ള ഒരു സംഗതിയെ കുറിച്ചിട്ട് പറയുന്നതല്ല. ആ ലാംഗ്വേജിനെ തന്നെ ഫോക്കസ് ചെയ്തിട്ട് പറയുന്നു. ഇൻ ദാറ്റ് ഇറ്റ്സ് ഫംഗ്ഷൻ ഈസ് നോട്ട് ടു കൺവേ ഇൻഫർമേഷൻ ബൈ എക്സ്ട്രിൻസിക് റെഫറൻസസ്. ആ ലിറ്റററി ലാംഗ്വേജിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി എന്നുള്ളത് പുറമേയുള്ള കാര്യങ്ങളെക്കുറിച്ച് റെഫർ ചെയ്തിട്ട് ഇങ്ങനെ പറയുക എന്നുള്ളതല്ല. ബട്ട് ടു ഓഫർ ദ റീഡർ എ സ്പെഷ്യൽ മോഡ് ഓഫ് എക്സ്പീരിയൻസ് ബൈ ഡ്രോയിങ് അറ്റൻഷൻ ടു ഇറ്റ്സ് ഓൺ ഫോർമൽ ഫീച്ചേഴ്സ്. അപ്പോൾ റീഡേഴ്സിനെ ഇതിൻ്റെ തന്നെ ഈ ലിറ്റററി ലാംഗ്വേജിൻ്റെ തന്നെ ഫോർമൽ ഫീച്ചേഴ്സിലേക്ക് അല്ലെങ്കിൽ ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ് ലിറ്റററി ലാംഗ്വേജിൻ്റെ ഡ്യൂട്ടി എന്നുള്ളതാണ് ഫോർമലിസ്റ്റുകൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ അത് പറയുന്നു എന്നുള്ളതിന് എന്തില്ല, പ്രാധാന്യമല്ല. നമ്മളത് എങ്ങനെ പറയുന്നു എന്നുള്ളത് പ്രാധാന്യമല്ല, എന്ത് പറയുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം നമ്മൾ സാധാരണ സംസാരിക്കുന്ന സമയത്ത്. എന്നാൽ ഒരു കവിത എഴുതുന്ന സമയത്ത് എന്ത് പറയുന്നു എന്നുള്ളതിലുപരി എങ്ങനെ അത് പറയുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് ആ പറയുന്ന മീഡിയത്തിനെ തന്നെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ഏത് ഭാഷയിൽ എങ്ങനെയാണോ അത് എഴുതുന്നത് ആ ലാംഗ്വേജിനെ തന്നെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. ആ ലാംഗ്വേജിലാണ് അതിൻ്റെ ബ്യൂട്ടി. അല്ലാതെ നിങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളതിലല്ല അതിൻ്റെ ബ്യൂട്ടി കിടക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഇറ്റ് ഈസ് സെൽഫ് ഫോക്കസ്ഡ് എന്ന് പറഞ്ഞത്. അണ്ടർസ്റ്റാൻഡ്. ലാംഗ്വേജിനെ തന്നെ ഫോക്കസ് ചെയ്തിട്ട് എഴുതുന്നൊരു സംഭവമാണ് കവിത എന്നുള്ളത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇനി ഏതെങ്കിലും ഇതിൻ്റെ മുമ്പ് വന്ന ഏതെങ്കിലും തിയറിയുടെ ഒരു റിയാക്ഷനാണോ? ഇസ് ഇറ്റ് റിയാക്ഷൻ? മേ ബി, യാ. ഫോർമലിസം ക്യാൻ ബി കൺസിഡർഡ് ആസ് എ റിയാക്ഷൻ അഗെയിൻസ്റ്റ് റൊമാൻറ്റിസിസ്റ്റ് തിയറീസ് ഓഫ് ലിറ്ററേച്ചർ. റൊമാൻറ്റിക് തിയറീസ് ഓഫ് ലിറ്ററേച്ചറിന് എതിരായിട്ട് വന്നൊരു സംഭവമാണ് ഫോർമലിസം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം റൊമാൻറ്റിക് തിയറിസ്റ്റ് അവർ പറയുന്നതനുസരിച്ചിട്ട് അവർ ഓഥറിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ്. ഓഥറിൻ്റെ ജീനിയസാണ് നമ്മൾ അവരുടെ വർക്കിലൂടെ കാണുന്നത് എന്ന് അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സാധാരണ ഭാഷയും ഓർഡിനറി ലാംഗ്വേജും പ്രോസിൻ്റെ ഭാഷയും തമ്മിലൊന്നും ഡിഫറൻസ് ഇല്ല എന്നുള്ളൊരു സംഭവം. അങ്ങനെയല്ല, പ്രോസും പോയട്രിയും തമ്മിൽ ഡിഫറൻസ് ഇല്ല എന്ന് അവർ പറയുന്നുണ്ട്. സാധാരണക്കാരൻ്റെ ഭാഷയിൽ കവിത എഴുതാമെന്നൊക്കെ വേർഡ്സ്വർത്ത് പറയുന്നത് നമുക്കറിയാം. അപ്പം അങ്ങനെയുള്ള ഒരു അഭിപ്രായമല്ല ഫോർമലിസ്റ്റുകൾക്കുള്ളത്. ഫോർമലിസം കാര്യങ്ങൾ കോംപ്ലക്സ് ആക്കി പറയുക എന്നുള്ളതാണ് ഫോർമലിസ്റ്റുകൾ പറയുന്നത്. നിങ്ങൾ സിമ്പിളായിട്ട് പറയുന്നതല്ല പോയട്രി. കാര്യങ്ങൾ സിമ്പിളായിട്ട് പറയുക എന്നുള്ളതല്ല പോയട്രിയുടെ ലക്ഷ്യം. അത് വേണമെങ്കിൽ വേറെ എന്തിൻ്റെയെങ്കിലുമൊക്കെ ലക്ഷ്യമായിരിക്കാം. കവിതയുടെ ലക്ഷ്യം കോംപ്ലക്സ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ റൊമാൻറ്റിസ്റ്റുകൾ ഇങ്ങനെ കോംപ്ലക്സ് ആക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്ന ആളുകളല്ല, ചില എക്സെപ്ഷൻ ആയിട്ടുള്ള ആളുകളുണ്ട്. ഇങ്ങനെ അപ്പോൾ ആ ഒരു റൊമാൻറ്റിക്സ് ഐഡിയൽസിന് അവരുടെ തിയറീസിന് എതിരായിട്ടാണ് നമുക്ക് ഫോർമലിസം നിൽക്കുന്നത് കാണുന്നത്. ദെൻ ഇറ്റ് ഈസ് ആൾസോ അഗെയിൻസ്റ്റ് ദ നോഷൻ ഓഫ് ഇമേജിസ്റ്റ്, ഈവൻ ദോ നോട്ട് എ റിയാക്ഷൻ. ഇമേജിസ്റ്റുകൾക്കെതിരെയും ഇമേജിസം നമ്മുടെ ഈ ഒരു റഷ്യൻ ഫോർമലിസം എമേർജ് ചെയ്യുന്ന ഏകദേശം ഒരേ സമയം തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു തിയറി ആയിരുന്നു ഇമേജിസം. ഇത് അമേരിക്കയിലാണ് ഇമേജിസം ഡെവലപ്പ് ചെയ്തത് ഏകദേശം ഒരേ സമയം. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു റിയാക്ഷനാണിതെന്നൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും ഇമേജിസത്തിന് ഒരു ഓപ്പോസിറ്റ് ഐഡിയ ആണ് റഷ്യൻ ഫോർമലിസത്തിനുള്ളത്. ഇമേജിസ്റ്റുകൾ പറയുന്നു നിങ്ങൾ പോയട്രിയെ വളരെ ഷോർട്ടാക്കിയിട്ട് ഒരൊറ്റ ഇമേജിൽ സിംപ്ലിഫൈ ചെയ്തിട്ട് പറയണം എന്നുള്ളതാണ് ഇമേജിസ്റ്റുകളുടെ ആശയം. മാക്സിമം സിംപ്ലിഫൈ ചെയ്യുക, ഒരൊറ്റ ഇമേജിലൂടെ കുറേ കോംപ്ലക്സ് ആക്കി പറയാതെ ഒരൊറ്റ ഇമേജിലൂടെ കവിത പറയുക എന്നുള്ളതാണ് ഇമേജിസ്റ്റുകളുടെ ഒരു നോഷൻ. അപ്പം അതിനും ഏകദേശം എതിരായിട്ട് തന്നെയാണ് ഫോർമലിസം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഇവരുടെ കുറച്ച് കീ ടേംസുകളാണ് അനലൈസ് ചെയ്യുന്നത്. There are some key terms and ideas. First one, literariness. എന്താണ് literariness? Let's read it first. The linguistics of literature differs from the linguistics of practical discourse because its laws are oriented towards producing the distinctive features that the formalists call literariness.
അപ്പോൾ ലിറ്റററിനെസ് ആണ് ഒരു വർക്കിൻ്റെ പ്രധാനപ്പെട്ട നമ്മൾ അനലൈസ് ചെയ്യേണ്ട ഒരു സംഭവം എന്നുള്ളതാണ് ഫോർമലിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ എന്താണ്, ഇപ്പം സാധാരണ ഭാഷയിൽ സംസാരിക്കുന്ന ഓർഡിനറി ഭാഷയ്ക്കകത്ത് ലിറ്റററിനെസ് ഉണ്ടാവില്ല. യു അണ്ടർസ്റ്റാൻഡ്? എന്നാൽ നമ്മളൊരു കവിത എഴുതുന്ന സമയത്ത് അതിനകത്ത് എന്തുണ്ടാവണം? ലിറ്റററിനെസ് ഉണ്ടാവണം. ദെൻ വാട്ട് ഈസ് ദാറ്റ് ലിറ്റററിനെസ്? ലിറ്റററിനെസ് ആണ് ആക്ച്വലി നമ്മുടെ സാധാരണ ഭാഷയിൽ നിന്നും പോയറ്റിക് ലാംഗ്വേജിനെ ഡിഫറെൻ്റ് ആക്കുന്ന ഘടകങ്ങൾ. ലിറ്റററിനെസ് നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഓർഡിനറി ഭാഷയെ നിങ്ങൾ അതിലുള്ള പല നിയമങ്ങളെയും നിങ്ങൾ വയലേറ്റ് ചെയ്യുന്നു. ഇപ്പം ഒരു സംഭവം അതിൻ്റെ ഗ്രമാറ്റിക്കലായിട്ടുള്ള റൂൾസ് ഉണ്ടാവും ഭാഷയ്ക്ക്. എന്നാൽ ഒരു കവിത എഴുതുന്ന സമയത്ത് നമ്മൾ ആ ഗ്രമാറ്റിക്കൽ റൂൾസിന് അല്ല പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അത് ആളുകൾ സാധാരണ ഒരു സംഗതിയെ മനസ്സിലാക്കുന്നതിൽ നിന്നും ഓർഡിനറി ലാംഗ്വേജിലൂടെ മനസ്സിലാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീലിംഗ് വായിക്കുന്ന ആളിന് കിട്ടുന്ന രൂപത്തിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു കവിത എഴുതുമ്പോൾ എന്തൊക്കെ ഡിവൈസുകൾ നിങ്ങൾ അതിനകത്ത് അല്ലിട്രേഷൻ കൊണ്ടുവരുന്നു, നിങ്ങൾ റൈംസ് കൊണ്ടുവരുന്നു, യു അണ്ടർസ്റ്റാൻഡ്? അത് സിമിലി കൊണ്ടുവരുന്നു, അതിനകത്ത് മെറ്റഫർ കൊണ്ടുവരുന്നു, അതിൻ്റെ മീറ്റർ നിങ്ങൾ പ്രത്യേക രൂപത്തിലാക്കി എഴുതുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ട് യു പ്രൊഡ്യൂസ് ദ ലിറ്റററിനെസ്. അങ്ങനെയാണ് നിങ്ങൾ അതിനകത്ത് ലിറ്റററിനെസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. യു അണ്ടർസ്റ്റാൻഡ്? ഇപ്പോൾ റോമൻ യാക്കബ്സൺ പറയുന്നത് എങ്ങനെയാണ്? അദ്ദേഹം ഒരു പേപ്പർ 1921 അദ്ദേഹത്തിൻ്റെ ഒരു പേപ്പറിൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? ദ ഒബ്ജക്റ്റ് ഓഫ് സ്റ്റഡി ഇൻ ലിറ്റററി സയൻസ് ഈസ് നോട്ട് ലിറ്ററേച്ചർ ബട്ട് ലിറ്റററിനെസ്. ദാറ്റ് ഈസ് വാട്ട് മേക്സ് എ ഗിവൺ വർക്ക് ലിറ്റററി വർക്ക്. അദ്ദേഹം പറയുന്ന ഒരു ലിറ്റററി വർക്കിനെ യഥാർത്ഥ ലിറ്റററി വർക്കാക്കി മാറ്റുന്നത് അതിനകത്തുള്ള ലിറ്റററിനെസ്സിൻ്റെ അളവിനനുസരിച്ചാണെന്നാണ്. അപ്പോൾ എത്രമാത്രം നിങ്ങൾ ആ വർക്കിൽ, ഇപ്പോൾ നമ്മൾ സാഹിത്യം പറയുന്ന സമയത്ത് ഒരു സാധാരണ ഭാഷയിൽ നിന്ന് എങ്ങനെയാണ് സാഹിത്യം ഡിഫറൻസ് ആകുക എന്നുള്ളത് നമ്മൾ പറയാറുണ്ടല്ലോ. ഒരു സാഹിത്യമാകണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെ സംഭവങ്ങൾ കൊണ്ടുവരണം. ആ കൊണ്ടുവരുന്ന സംഭവങ്ങളെയാണ് നമ്മൾ ലിറ്റററിനെസ് എന്ന് പറയുന്നത്. ആ സംഭവം ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു വർക്കിനകത്ത്. യു അണ്ടർസ്റ്റാൻഡ്? അതാണ് നമ്മളൊരു വർക്ക് അനലൈസ് ചെയ്യുന്ന സമയത്ത് അനലൈസ് ചെയ്യേണ്ടതും അത് തന്നെയാണ് എന്നുള്ളതാണ്. The next term is foregrounding. The literariness of a work, according to Jan Makrovsky, consists in the maximum of foregrounding of the utterance. That is, the foregrounding of the exact expression, the act of speech itself. The referential aspect and logical connections in language are backgrounded. ഈ ഫോർഗ്രൗണ്ടിങ് എന്നുള്ളതും ഇവരുടെ ഒരു ടേമാണ്. യാൻ മക്രോവ്സ്കി ആണ് ഈ ഒരു ടേം കൊണ്ടുവരുന്നത്. അദ്ദേഹം പറയുന്നത് ഒരു വർക്കിന് നമ്മൾ വർക്കിൻ്റെ ഒരു ഫോർ എക്സാമ്പിൾ ഒരു കവിത എടുക്കുകയാണെങ്കിൽ നമ്മളൊരു കവിതയിൽ നമ്മുടെ അട്രൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഫോർഗ്രൗണ്ട് ചെയ്യണം. എന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് ചെയ്യേണ്ട വേറെ കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ദ റെഫറൻഷ്യൽ ആസ്പെക്റ്റ് ആൻഡ് ദ ലോജിക്കൽ കണക്ഷൻസ് ഇൻ ലാംഗ്വേജ് ആർ ബാക്ക്ഗ്രൗണ്ടഡ്. ഇപ്പോൾ നിങ്ങളൊരു കവിത ചെയ്യുന്ന സമയത്ത് അതിനകത്ത് വലിയ ലോജിക്കൽ കണക്ഷൻ ഉണ്ടായിക്കൊള്ളണം എന്നൊന്നുമില്ല. ഇനിയിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഒരു നോവൽ എഴുതാമെന്ന് വിചാരിച്ചോളൂ. ഒരു നോവൽ എഴുതുന്നു, കഥ എഴുതുന്നു. ഇപ്പോൾ ഈ നോവൽ എഴുതുന്ന സമയത്ത് നമ്മൾ ഒരു സംഭവം, ഒരു കഥ പറയുന്ന സമയത്ത് ആദ്യം ഏത് നടന്നു, പിന്നെ ഏത് നടന്നു, അപ്പോൾ അങ്ങനെ ഒരു ക്രൊണോളജിക്കൽ ഓർഡറിലായിരിക്കും ചിലപ്പം പറയാം. യു അണ്ടർസ്റ്റാൻഡ്? നിങ്ങളൊരു നോവൽ എഴുതുന്ന സമയത്ത് ഒരു കഥ പറയുന്ന സമയത്ത് നമ്മളൊരു ക്രൊണോളജിക്കൽ ഓർഡറിൽ പറയുന്നു. ഇപ്പോൾ ഒരാളുടെ ജീവിതം നിങ്ങൾ പറയുന്ന സമയത്ത് അയാൾ ജനിച്ച മുതൽ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയും, മരിക്കുന്നത് വരെ പറയും. അപ്പോൾ അതാണ് ആ ഒരു ലോജിക്കൽ കണക്ഷൻ, കറക്റ്റ് ഇങ്ങനെ പറയും. എന്നാൽ നിങ്ങളൊരു നോവൽ എഴുതാമെന്ന് വിചാരിക്കുക. നിങ്ങൾ നോവൽ എഴുതുന്ന സമയത്ത് നിങ്ങളതൊന്നും കാര്യമാക്കുന്നില്ല. അയാൾ ജനിച്ച കാര്യം ആദ്യം പറയുന്നില്ല. ആദ്യം തന്നെ അയാളുടെ ഒരു യുവത്വത്തിൽ നടന്ന കുറച്ച് സംഭവങ്ങൾ പറയുന്നു. അതൊക്കെ പറഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെ അയാളെ കുട്ടിക്കാലത്തെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ ആ ഒരു ലോജിക്കൽ സീക്വൻസിനെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് അതിനെ ഒരു ഡിഫറെൻ്റ് രൂപത്തിലേക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾ പറയുന്നു. അപ്പോൾ നിങ്ങൾ അവിടെ എന്താ ചെയ്തത്?
നിങ്ങൾ ചെയ്ത് അതിൻ്റെ ലോജിക്കൽ കണക്ഷനെ നിങ്ങൾ ബ്രേക്ക് ചെയ്തു. അതിനെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല, പ്രാധാന്യം കൊടുത്തില്ല. അതാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ചെയ്യുന്നത്, അതിന് പ്രാധാന്യം കൊടുക്കാതൊക്കെയാണ്. യു അണ്ടർസ്റ്റാൻഡ്? എന്നിട്ട് നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് രൂപത്തിലാണ് പറയുന്നത്. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളത് പറയുന്നത്, നിങ്ങൾ പറയുന്ന ഒരു സ്റ്റൈലുണ്ട്, അതിന് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഫോർഗ്രൗണ്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. യു അണ്ടർസ്റ്റാൻഡ്? ഇപ്പോൾ കവിത എഴുതുന്ന സമയത്താണെങ്കിലോ വി വിൽ ഫോർഗ്രൗണ്ട് ദി ലാംഗ്വേജ്. അട്ടറൻസ് എന്നുള്ളതിനെ ഉദ്ദേശിക്കുന്നത് ആ ലാംഗ്വേജ് ആണ്. വിൽ ഫോർഗ്രൗണ്ട് ദ ലാംഗ്വേജ്. അപ്പോൾ ലാംഗ്വേജിനെ ഫോർഗ്രൗണ്ട് ചെയ്യും എന്ന് പറയുന്നത് നിങ്ങൾ ആ ലാംഗ്വേജിനാണ് ഫോക്കസ് ചെയ്യുന്നത്. അതാണ് അവിടെ കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ട് നിങ്ങൾ കാണേണ്ടത്. ലാംഗ്വേജ് ആണ് കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ട് കാണേണ്ടത്. അല്ലാതെ നിങ്ങൾ ഇതിലൂടെ പറയുന്ന ഐഡിയ, എന്താശയമാണ് നിങ്ങൾ പറയുന്നത്, അതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നു. അതിനകത്ത് വേറെ റെഫറൻസും നിങ്ങളുടെ ജീവിതത്തിൻ്റെ, ഇപ്പോൾ നിങ്ങളൊരു കവിത എഴുതുന്ന സമയത്ത് നിങ്ങളുടെ ബയോഗ്രഫി വായിച്ചാൽ മാത്രം മനസ്സിലാവുന്ന സാധനം, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നു. അതിനൊന്നും നിങ്ങൾ യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇതൊരു കവിത എഴുതുമ്പം ഒരു ഫോർമലിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് നമ്മൾ കവിത എഴുതുമ്പോഴും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് ഇവരിത് പറയുന്നത്. ഓക്കെ, യു അണ്ടർസ്റ്റാൻഡ്? ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് ഫോർഗ്രൗണ്ടിങ്. അണ്ടർസ്റ്റാൻഡ്? ഫോർഗ്രൗണ്ട് മീനിങ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളൊരു അർത്ഥമാണ്. ഓക്കെ, ഗിവ് പ്രോമിനൻസ് എന്നുള്ളൊരു അർത്ഥമാണ്, കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കവിത എഴുതുന്ന സമയത്ത് നമ്മുടെ ലാംഗ്വേജിനെയാണ് നമ്മളവിടെ ഫോർഗ്രൗണ്ട് ചെയ്യേണ്ടത്. യു അണ്ടർസ്റ്റാൻഡ്? Then defamiliarization. Defamiliarization is another key term in formalism. ഇത് കോയിൻ ചെയ്തത് വിക്ടർ ഷ്ക്ലോസ്കിയാണ്. അദ്ദേഹത്തിൻ്റെ എസ്സേ ആർട്ട് ആസ് ടെക്നിക് എന്ന് പറയുന്ന എസ്സേയിലാണ് അദ്ദേഹം ഇത് കോയിൻ ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് ദ പ്രൈമറി എയിം ഓഫ് ലിറ്ററേച്ചർ അക്കോർഡിംഗ് ടു ഹിം ഈസ് ടു എസ്ട്രേഞ്ച് ഓർ ഡീഫെമിലിയറൈസ്. ലിറ്ററേച്ചറിൻ്റെ പ്രധാനപ്പെട്ട എയിം തന്നെ അദ്ദേഹം പറയുന്നു ഡീഫെമിലിയറൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഏത് സംഭവത്തെയും നമ്മൾ പറയുമ്പോൾ അതിന് ഡീഫെമിലിയറൈസ് ചെയ്തിട്ട് വേണം പറയാൻ. കഥ ആയിക്കോട്ടെ, കവിത ആയിക്കോട്ടെ. എങ്ങനെയാണ് അത് നടത്തുന്നത്? ദിസ് ഈസ് ഡൺ ബൈ വയലേറ്റിംഗ് ദ ഓർഡിനറി ലിംഗ്വിസ്റ്റിക് ഡിസ്കോഴ്സ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഒരു ഡീഫെമിലിയറൈസേഷൻ സിമ്പിൾ തന്നെയാണ്. ഒരു സംഭവത്തെ ഫെമിലിയർ ആയിട്ടുള്ളൊരു സംഗതിയെ ഒരു നോവൽറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡീഫെമിലിയറൈസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഫസ്റ്റിൽ തന്നെ ഉദാഹരണത്തിൽ കൊടുത്തൊരു കവിത ഉണ്ടല്ലോ, നമ്മുടെ യു കൻ സീ വൺസ് അഗെയിൻ ദാറ്റ് വിൻഡോവർ. Here I caught this morning's minion, kingdom of daylight's dolphin. This windover means ഒരു ബേർഡാണ്. അപ്പോൾ അയാളിപ്പോൾ ഇങ്ങനെ പറയുന്നത് ഐ കോട്ട് ദിസ് മോർണിംഗ്സ് മിനിയൻ. ഇത് അദ്ദേഹം ഡയറക്റ്റായിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ രാവിലെ നടന്നു വരുന്ന സമയത്ത് ഒരു വിൻഡോവറിനെ കണ്ടു എന്നുള്ളത് പറയുന്നതിന് പകരം അയാൾ വളരെ ഡീഫെമിലിയറൈസ് ചെയ്തിട്ടാണ് ഈ സെയിം സാധനം പറയുന്നത്. ഐ കോട്ട് ദിസ് മോർണിംഗ്സ് മിനിയനെയാണ് അദ്ദേഹം കോട്ട് എന്നുള്ളത് അദ്ദേഹം കണ്ടു എന്നുള്ള അർത്ഥത്തിലാണ് അത് പറയുന്നത്. കണ്ടു എന്ന് പറയാതെ ഐ കോട്ട് ദിസ് മോർണിംഗ്സ് മിനിയൻ. യു അണ്ടർസ്റ്റാൻഡ്? സോ ഏത് കവിത എഴുതുന്ന സമയത്തും നമ്മൾ ഈ രൂപത്തിലാണ് പറയേണ്ടത് എന്നുള്ളതാണ് ഫോർമലിസ്റ്റുകളുടെ വാദം. യു അണ്ടർസ്റ്റാൻഡ്? ഏത് സംഭവത്തിൽ നമ്മൾ ഓർഡിനറി ആയിട്ട് പറയുന്നത് പോലെയല്ല, അതിനൊന്ന് ഡീഫെമിലിയറൈസ് ചെയ്തിട്ട് വേണം നമ്മൾ പറയാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് എന്താ, യു ക്യാൻ വയലേറ്റ് ദ ഓർഡിനറി ലിംഗ്വിസ്റ്റിക് ഡിസ്കോഴ്സ്. ഇപ്പോൾ നമ്മൾ സാധാരണ സംസാരിക്കുന്ന ഭാഷ അതിനകത്തുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഗ്രാമറൊക്കെ വേണമെങ്കിൽ തെറ്റിക്കാൻ നോ പ്രോബ്ലം, അതൊന്നും പ്രോബ്ലം അല്ല. എന്ത് ചെയ്താൽ മതി, ആളുകൾക്ക് ഇറ്റ് റിന്യൂസ് ദ റീഡേഴ്സ് കപ്പാസിറ്റി ഫോർ ഫ്രഷ് സെൻസേഷൻ. ആളുകളിലൊരു ഫ്രഷ് സെൻസേഷൻ ഉണ്ടാകണം. നമ്മൾ സംഭവം ആദ്യമായിട്ട് നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവണം. എന്നാൽ നമ്മൾ സ്ഥിരം കാണുന്നത് തന്നെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ എന്നും നടന്നു പോകുന്ന സമയത്ത് എന്നും നമ്മൾ ചിലപ്പം കുറച്ച് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുന്നു. ആദ്യത്തെ ദിവസമൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ആനന്ദമൊക്കെ തോന്നിയേക്കാം. അങ്ങനെ എന്നും അത് കാണുമ്പോൾ നമുക്കതിൻ്റെ അത് നമ്മൾ ഫെമിലിയറായി മാറുന്നതോടുകൂടി അതിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് കിട്ടാതെയായി പോകും.
എന്നാൽ ഒരു കവി എന്ത് ചെയ്യുന്നു, ഈ ഫെമിലിയർ ആയിട്ട് നിങ്ങളെന്നും കാണുന്ന ഈ ഫെമിലിയർ ആയിട്ടുള്ള സംഭവത്തിന് അദ്ദേഹം ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിൽ നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്ന സമയത്ത് നിങ്ങൾ അതിനകത്ത് വീണ്ടും ഒരു ബ്യൂട്ടി തോന്നുകയാണ്. അപ്പോൾ ഫെമിലിയർ ആയിട്ടുള്ള സാധനത്തിൽ അദ്ദേഹം ചെയ്തത് അദ്ദേഹം ഡീഫെമിലിയറൈസ് ചെയ്തു. ഡീഫെമിലിയറൈസ് ചെയ്യുന്നതോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് അതിനകത്തൊരു ബ്യൂട്ടി, ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നത്, ഒരു ഫ്രഷ് സെൻസേഷൻ കിട്ടുന്നത് ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾ കാണുന്ന പല ആളുകളും ചില ദിവസങ്ങളിലൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൂപ്പർ ഡ്രസ്സൊക്കെ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് അവരോട് പ്രത്യേക ഒരു അട്രാക്ഷൻ ആ സമയത്ത് തോന്നില്ല. എന്നാൽ സാധാരണ എന്നും ഇങ്ങനെ യൂണിഫോമൊക്കെ സ്കൂളിലൊക്കെ കോളേജിലൊക്കെ ആണെങ്കിൽ എന്നും യൂണിഫോം ഇട്ട് ഇങ്ങനെ വരുന്ന കുട്ടികൾ ഏതെങ്കിലും ഒരു ദിവസം യൂണിഫോം ഇടാതെ വരുന്ന സമയത്ത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ദാറ്റ് ഈസ് വാട്ട് അവരന്ന് വരുന്നത് ഡീഫെമിലിയറൈസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഭയങ്കര ഒരു ബ്യൂട്ടിയൊക്കെ തോന്നുകയാണ്. സോ ദാറ്റ് ഈസ് വാട്ട് ഡീഫെമിലിയറൈസേഷൻ. ഇതാണ് നമ്മളൊരു ലിറ്റററി വർക്കിലും ചെയ്യേണ്ടത്. നിങ്ങളൊരു ലിറ്റററി വർക്ക്സിൽ ഒരു വർക്ക് എത്രമാത്രം സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഡീഫെമിലിയറൈസ് ചെയ്യുന്നതിൽ എന്ന് നോക്കിയിട്ടാണ് ആ വർക്കിൻ്റെ മെറിറ്റ് നിങ്ങൾ കണക്കാക്കേണ്ടത് എന്നുള്ളതാണ് ഫോർമലിസ്റ്റുകൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ, ഡീവിയേഷൻ, സ്മോൾ ടേം ആണ്. ദ ഫോർഗ്രൗണ്ടഡ് പ്രോപ്പർട്ടീസ് ഓർ ആർട്ടിസ്റ്റിക് ഡിവൈസസ് വിച്ച് എസ്ട്രേഞ്ച് പോയറ്റിക് ലാംഗ്വേജ് ആർ ഓഫൻ ഡിസ്ക്രൈബ്ഡ് ആസ് ഡീവിയേഷൻസ് ഫ്രം ഓർഡിനറി ലാംഗ്വേജ്. ഡീവിയേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കവിത നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾ അത് സ്ട്രെയിഞ്ചാക്കി മാറ്റാൻ വേണ്ടിയിട്ട്, അത് ഫെമിലിയറാക്കി തോന്നിക്കാൻ വേണ്ടിയിട്ട്, റീഡേഴ്സിന് ഡീഫെമിലിയർ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിച്ച എന്തെങ്കിലും ഡിവൈസുകൾ ഉണ്ടാകും. പോയറ്റിക് ആയിട്ടുള്ള കുറേ ഡിവൈസുകൾ ഉണ്ടാകും. നമ്മൾ പറഞ്ഞല്ലോ ലാംഗ്വേജിൽ പല വയലേഷനൊക്കെ നടത്തും. അതിനെയാണ് എന്ത് പറയുന്നത്, ഡീവിയേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഇപ്പോൾ ഇത്രയും പറഞ്ഞ മിക്ക കാര്യങ്ങളും പോയട്രിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. ഇനി സ്റ്റോറിയുമായി ബന്ധപ്പെട്ടിട്ട് ഇവരെന്താ പറയുന്നത് നോക്കാം. അവർ സാധാരണ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോറിയെ ഫാബുല ആൻഡ് സ്യൂസെ, ഇത് വായിക്കുന്നത് സ്യൂസെ എന്നാണ്, ഫാബുല ആൻഡ് സ്യൂസെ എന്നുള്ള രണ്ട് രൂപത്തിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡ്? ഇതവർ പ്രോസ് ഫിക്ഷനെ കുറിച്ച് പറയുമ്പോഴാണ് ഇത് പറയുന്നത്. ദാറ്റ് മീൻസ് നോവലിനെയൊക്കെ കുറിച്ച് പറയുമ്പോഴാണ് പറയുന്നത്. So with respect prose fiction, they say that it can be divided into two, namely fabula. Fabula means story, seuze means plot. അപ്പോൾ ഇങ്ങനെ രണ്ട് സംഭവങ്ങളുണ്ട്, സ്റ്റോറി ആൻഡ് പ്ലോട്ട്. ഇപ്പോൾ നിങ്ങളൊരു കഥ നോവൽ എഴുതുന്നതിന് മുൻപ് ഇത് ആദ്യം ഒരു സ്റ്റോറി ഉണ്ടാവും. ആ സ്റ്റോറി ഭയങ്കര ക്രോണോളജിക്കൽ ഓർഡറിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അണ്ടർസ്റ്റാൻഡ്? എന്നാൽ നിങ്ങൾ അതിനെ പ്ലോട്ടാക്കി മാറ്റുന്നതാണ് നിങ്ങൾ എഴുത്തിലൂടെയാണ് അതിനെ ഒരു പ്ലോട്ടാക്കി മാറ്റുന്നത്. അവിടെയാണ് നിങ്ങൾ സ്റ്റോറി മേ ബി ഫെമിലിയർ തിങ്, അത് എല്ലാവർക്കും അറിയുന്ന രൂപത്തിൽ സാധാരണ രൂപത്തിലായിരിക്കും ആ സ്റ്റോറി കിടക്കുന്നത്. അത് ആർക്ക് വായിച്ചാലും മനസ്സിലാകുന്ന ഒരു ഓർഡിനറി സ്പീച്ച് പോലെ ആയിരിക്കും സ്റ്റോറി കിടക്കുന്നത്. അതിനെ നിങ്ങളുടേതായിട്ടുള്ള കളറിംഗ് ഒക്കെ കൊടുത്ത് അതിനെ ബ്യൂട്ടിഫൈ ചെയ്തിട്ടാണ് നിങ്ങൾ എഴുതുമ്പം അതിനൊന്നും കൂടി ഡീഫെമിലിയറൈസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ എഴുതുക. അണ്ടർസ്റ്റാൻഡ്? അപ്പം ഫോർമലിസ്റ്റുകളെ സംബന്ധിച്ചോളം ദാറ്റ് ഈസ് ദാറ്റ് ഈസ് ദ തിങ് വിച്ച് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഡീഫെമിലിയറൈസ് ചെയ്തിട്ട് നിങ്ങൾ എഴുതുന്ന ആ പ്ലോട്ടിനാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇത് വിക്ടർ സ്ക്ലോസ്കിയാണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ അവർ പറയുന്നത് ഫാബുല ഈസ് മിയർലി ദ റോ മെറ്റീരിയൽ ഫോർ ദി വർക്ക്. ഇറ്റ് ഈസ് എ ക്രൊണോളജിക്കൽ സീക്വൻസ് ഓഫ് ഈവൻറ്റ്സ്. നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ റോ മെറ്റീരിയൽ ഉണ്ടല്ലോ, ആദ്യം കിട്ടുന്ന ഒരു കഥ, ആ ഒരു കഥയെ നിങ്ങൾ വളരെ ബ്യൂട്ടിഫൈ ചെയ്തിട്ട് ഇപ്പം ഒരു കഥ തന്നെ രണ്ടാൾ എഴുതുകയാണെങ്കിൽ രണ്ട് രൂപത്തിലാണല്ലോ നിൽക്കുക. എത്ര ആളുകൾ എഴുതുന്നു അതിൻ്റെ കഥ ഒന്ന് തന്നെ ആയിരിക്കും. സ്റ്റോറി ഫാബുല മേ ബി സെയിം, സ്യൂസ് മേ ബി ഡിഫറെൻറ്റ്. അപ്പോൾ എല്ലാ ആളുകളുടെയും പ്ലോട്ട് ഒരേമാതിരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ ഏറ്റവും കൂടുതൽ ആരാണോ അത് ഡീഫെമിലിയറൈസ് ഫോർമലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അതിനെ ഡീഫെമിലിയറൈസ് ചെയ്ത് എഴുതിയ ആളാരാണോ അവരുടെ സ്റ്റോറി ആയിരിക്കും ഫോർമലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സ്റ്റോറി. ഓക്കെ, ആൻഡ് ഓതർ ഹാസ് ടു, നമ്മൾ പറഞ്ഞു ഫാബുല എന്താണെന്ന് പറഞ്ഞു, റോ മെറ്റീരിയലാണ്, കേവലം കഥ മാത്രമാണ്. ഇനി സ്യൂസ് ആൻഡ് ഓതർ ഹാസ് ടു ട്രാൻസ്ഫോം ദ റോ മെറ്റീരിയൽ ഓഫ് എ സ്റ്റോറി ഇൻ ടു എ ലിറ്റററി പ്ലോട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫാബുല എന്ന് ഓർക്കാൻ വേണ്ടി ഫേബിൾ എന്ന് ആലോചിച്ചാൽ മതി, ഫേബിൾ സ്റ്റോറി. ഓക്കെ, അപ്പോൾ ഈ ഒരു റോ മെറ്റീരിയൽ ആ ഒരു ഫാബിൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒരു ഓതർ എന്ത് ചെയ്യേണ്ടതുണ്ട്, അതിനെ ഒരു സ്റ്റോറി ഒരു പ്ലോട്ടിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫോം ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണ്? ബൈ ദ യൂസ് ഓഫ് എ വെറൈറ്റി ഓഫ് ഡിവൈസസ്. അതിന് അങ്ങനെ ഒരു പ്ലോട്ടാക്കാൻ ഒരുപാട് ഡിവൈസുകളൊക്കെ യൂസ് ചെയ്യാം. ദാറ്റ് വയലേറ്റ് സീക്വൻസ് ആൻഡ് ദാറ്റ് ഡീഫോം ആൻഡ് ഡീഫെമിലിയറൈസ്
ദ സ്റ്റോറി എലമെൻറ്റ്സ്. അവിടെ അദ്ദേഹത്തിന് പല ലാംഗ്വേജിലുള്ള വയലേഷൻസും എന്ത് വയലേഷൻസും അദ്ദേഹത്തിന് കൊണ്ടുവരാവുന്നതാണ്. അദ്ദേഹത്തെ അത് ഡീഫോം ചെയ്യാം, അത് ഡീഫെമിലിയറൈസ് ചെയ്യാം, ഇങ്ങനെയൊക്കെ ചെയ്യാം. ദ ഇഫക്റ്റ് ഈസ് ടു ഫോർഗ്രൗണ്ട് ദ നരേറ്റീവ് മീഡിയം. അതിലൂടെ അദ്ദേഹം ചെയ്യുന്നത് ഈ നരേറ്റീവ് മീഡിയത്തെ തന്നെ ഫോർഗ്രൗണ്ട് ചെയ്യാണ്. നമ്മൾ സാധാരണ നരേറ്റ് ചെയ്യുന്ന രൂപത്തിൽ പറയാതെ ഡിഫറെൻ്റ് ആയിട്ട് അങ്ങോട്ട് നരേറ്റ് ചെയ്യുക. അതോടുകൂടി നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾ ആ നരേറ്റീവ് മീഡിയത്തെ തന്നെ ഫോർഗ്രൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ചില നോവൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടൊക്കെ നമുക്ക് തോന്നിയേക്കാം. ആദ്യം പറയേണ്ട കാര്യം അവസാനം പറയും, അങ്ങനെയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് ആകെ കൺഫ്യൂഷനാക്കി മാറ്റും. അതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്, ആ നിങ്ങൾ നരേറ്റ് ചെയ്യുന്ന ഒരു രീതിയെ തന്നെ നിങ്ങൾ ഡീഫെമിലിയറൈസ് ചെയ്തു, അതിനെ തന്നെ നിങ്ങൾ ഫോർഗ്രൗണ്ട് ചെയ്തു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ ആൻഡ് ഇൻ ദിസ് വേ ടു ഡിസ്റപ്റ്റ് ആൻഡ് റീഫ്രഷ് വാട്ട് ഹാഡ് ബീൻ അവർ സ്റ്റാൻഡേർഡ് റെസ്പോൺസ് ടു ദ സബ്ജക്റ്റ് മാറ്റർ. ഈ ഒരു കഥ പറയുമ്പോൾ നമ്മൾ സാധാരണ എങ്ങനെയാണ് ഉണ്ടാവുക, ആ റെസ്പോൺസിൽ നിന്നും വളരെ വ്യത്യസ്തമായ റെസ്പോൺസ് നമുക്ക് റീഡേഴ്സിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയണം എന്നുള്ളതാണ് അവർ പറയുന്നത്. ഓക്കെ, സോ ദ ഫോർമലിസ്റ്റ് ഹാസ് ടു അനലൈസ് ഹൗ ഫാർ ദ ഓതർ ഹാസ് സക്സീഡഡ് ഇൻ ഡീഫെമിലിയറൈസിങ് ദ പ്ലോട്ട്. അപ്പോൾ നമ്മൾ ഫോർമലിസം ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് കഥ വായിക്കുമ്പോൾ എത്രമാത്രം ഈ ഓതർ പ്ലോട്ട് ഡീഫെമിലിയറൈസ് ചെയ്യുന്നതിൽ വിജയിച്ചു എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ മെറിറ്റ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഷ്ക്ലോവ്സ്കി കൺസിഡേഴ്സ് ലോറൻസ് സ്റ്റെൻസ് ട്രിസ്റ്റം ഷാൻഡി ആസ് വൺ ഓഫ് ദി ബെസ്റ്റ് നോവൽസ് വിച്ച് സക്സസ്ഫുള്ളി ഡീഫെമിലിയറൈസസ് ദ പ്ലോട്ട്. ഈ ഫോർമലിസം അനുസരിച്ചിട്ട് ഷ്ക്ലോവ്സ്കി പറയുന്നു ലോറൻസ് സ്റ്റൺ ഈ ഫോർമലിസ്റ്റുകളുടെയൊക്കെ എത്ര മുന്നിൽ വന്ന ഓതറാണ്. അദ്ദേഹത്തിൻ്റെ ട്രിസ്റ്റം ഷാൻഡി എന്നുള്ള നോവൽ വളരെ നല്ല രൂപത്തിൽ ഡീഫെമിലിയറൈസ് ചെയ്തിട്ടുണ്ട്. അത് വളരെ സാധാരണ അന്നത്തെ കാലത്തുള്ള നോവലിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു നോവലാണ്. അതുകൊണ്ട് ഫോർമലിസ്റ്റ് പേഴ്സ്പെക്റ്റീവിൽ നിന്ന് നിങ്ങൾ നോക്കുന്ന സമയത്ത് ആ ഒരു ഫ്രെയിം വർക്ക്, നമ്മൾ പറഞ്ഞൊരു തിയറിയാണ്, ആ ഒരു ഫ്രെയിം വർക്കിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നോവലായിരിക്കും ട്രിസ്റ്റം ഷാൻഡി എന്നുള്ള നോവൽ. അവിടെ ക്രൊണോളജിക്കൽ ഓർഡറൊക്കെ തെറ്റിച്ചിട്ടാണ് അതിനകത്ത് നരേഷനൊക്കെ വരുന്നത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു നരേറ്റീവ് രീതിയാണ് ട്രിസ്റ്റം ഷാൻഡി എന്ന് പറഞ്ഞ നോവലിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കാര്യമായിട്ടുള്ളത്. ഇനി ജസ്റ്റ് ഒരു കൺക്ലൂഷനാണ്. We can read it. Formalists were accused of being politically reactionary. ഇവർക്ക് സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യയിൽ ഇവർക്ക് കൂടുതൽ കാലമൊന്നും നിൽക്കാൻ സാധിച്ചില്ല. കാരണം പൊളിറ്റിക്കലി അവർക്ക് അവരുടെ കമ്മ്യൂണിസ്റ്റ് അഭിപ്രായം ഇല്ലാത്ത ആളുകളായിരുന്നു. ആ ഒരു അഭിപ്രായത്തോട് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഐഡിയോളജി കാര്യങ്ങളൊക്കെ, രാജ്യത്തിൻ്റെ ഐഡിയോളജിയും കാര്യങ്ങളൊക്കെ വർക്കിൽ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കണം. നമ്മളൊരു പാട്രിയോട്ടിസം നമ്മുടെ എഴുതുന്ന വർക്കുകളിലും കാണണം. ഇങ്ങനെയുള്ളൊരു ആശയമുള്ള ആളുകളായിരുന്നു ഈ സ്റ്റാലിൻ അവരുടെ നേതൃത്വത്തിലൊക്കെയുള്ള ഗവൺമെൻറ്. എന്നാൽ ഫോർമലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഐഡിയോളജിയും രാജ്യത്തിൻ്റെ ഐഡിയോളജിയും ഓതറുടെ ഐഡിയോളജി ഇത് സാധനങ്ങളൊന്നും വർക്കിൽ വരാൻ പാടില്ല എന്ന് ചിന്തിച്ചിരുന്ന ആളുകളാണ് ഫോർമലിസ്റ്റുകൾ. കാരണം നമ്മുടെ ഐഡിയോളജി വർക്കിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വർക്ക് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്, നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലാക്കാതെ നമ്മൾ വർക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വർക്ക് തന്നെ ഉണ്ടാകുന്നതിന് പ്രോത്സാഹിപ്പിച്ച ആളുകളല്ല ഫോർമലിസ്റ്റുകൾ. ഷ്ക്ലോവ്സ്കിൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഷ്ക്ലോവ്സ്കി അദ്ദേഹം പറയുന്നത് നോക്കൂ, ഇറ്റ് വാസ് ഓൾവേസ് ഫ്രീ ഓഫ് ലൈഫ് ആൻഡ് യുനോ ഇറ്റ്സ് എന്നുള്ള ഇറ്റ് എന്നുള്ളൂ സോറി ഇറ്റ്സ് തന്നെയാണ്. ഇറ്റ്സ് കളർ നെവർ റിഫ്ലക്റ്റഡ് ദ കളർ ഓഫ് ദി ഫ്ലാഗ് വിച്ച് വേവ്ഡ് ഓവർ ദി ഫോർട്രസ് ഓഫ് ദി സിറ്റി. അദ്ദേഹം ലിറ്ററേച്ചറിനെ കുറിച്ച് പറയുന്നതാണ് അദ്ദേഹം. ലിറ്ററേച്ചർ എന്നുള്ളത് എന്താണ്? ഇറ്റ് ഓൾവേസ് ഫ്രീ ഓഫ് ലൈഫ് ആൻഡ് ഇറ്റ്സ് കളർ നെവർ റിഫ്ലക്ട് ദ കളർ ഓഫ് ദി ഫ്ലാഗ്. നമ്മൾ ഫ്ലാഗിൻ്റെ കളർ ഒരിക്കലും നമ്മുടെ വർക്ക് റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കാൻ പാടില്ല. അന്ന് ഫ്ലാഗിൻ്റെ കളർ മീൻസ് രാജ്യത്തിൻ്റെ ഐഡിയോളജി നമ്മുടെ വർക്കിൽ കൊണ്ടുവരും എന്ന് അങ്ങനെ പാടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റിയിട്ടില്ല. 1920 സ്റ്റാലിൻ അധികാരത്തിൽ വരുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു, റഷ്യയിൽ പതുക്കെ ഫോർമലിസം അവസാനിക്കുകയാണ് ചെയ്തത് ആക്ച്വലി. പിന്നീട് എന്ത് ചെയ്തു, അമേരിക്കയിലേക്ക് അത് എത്തുന്നുണ്ട്. ഇറ്റ് റീച്ച്ഡ് ഇൻ അമേരിക്ക. അത് എസ്പെഷ്യലി റോമൻ യാക്കബ്സൺ, റെനെ വെല്ലക്കിലൂടെയൊക്കെയാണ് ഇത് അമേരിക്കയിൽ എത്തുന്നത്. വേർ ഇറ്റ് കണ്ടിന്യൂഡ് വിത്ത് സ്ലൈറ്റ് ഡിഫറൻസസ് ഇൻ ദ നെയിം ന്യൂ ക്രിറ്റിസം എന്നുള്ള പേരിലാണ് അവിടെ അമേരിക്കയിൽ ഇത് പോപ്പുലർ ആവുന്നത്. ന്യൂ ക്രിറ്റിസം ഒരു ഫോർമലിസ്റ്റ് സ്കൂൾ ഓഫ് ക്രിറ്റിസമാണ്. അപ്പം ഒരു റഷ്യൻ ഫോർമലിസത്തിൻ്റെ ഒരു തുടർച്ചയാണ് ന്യൂ ക്രിറ്റിസം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ന്യൂ ക്രിറ്റിസം നമുക്ക് ഒരു നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതാണ്. ആൻഡ് ഹിയർ വി ക്യാൻ കൺക്ലൂഡ്, വി ക്യാൻ സ്റ്റോപ്പ്.
ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്, യു എൻജോയ്ഡ് ഇറ്റ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഒക്കെ എനേബിൾ ചെയ്യാം, സോ ദാറ്റ് യു വിൽ ഗെറ്റ് നോട്ടിഫിക്കേഷൻ ഓഫ് അവർ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, താങ്ക് യു.